ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് ഗായ്സ്. യെസ്, കഴിഞ്ഞ വർഷം മാർവലിൽ ഒറ്റ പടമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ വർഷം നമുക്ക് വേണ്ടി 3 പടങ്ങൾ തന്നിരിക്കുകയാണ് മാർവൽസ്. അതിൽ ഒന്നാമത്തെ പടം അക്കംപ്ലിഷ്ഡ്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം വെരി വെരി ഡിസപ്പോയിൻറ്റഡ്. ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ് ഞാൻ പടത്തിൽ. പടം ഡയറക്റ്റഡ് ബൈ ജൂലിയസ് ഓന. ഈ പുള്ളിക്കാരൻ്റെ പ്രത്യേകത, പുള്ളിക്കാരന് മുന്നേ ഒരു സൂപ്പർ ഹീറോ പടം എടുത്തിട്ടില്ല. പുള്ളിക്കാരൻ ഒരു ഫസ്റ്റ് ട്രൈ ആവാൻ എനിക്ക് ചാൻസ് ഉള്ളൂ. പുള്ളിക്കാരൻ മുന്നേ എടുത്തൊക്കെ ത്രില്ലർ സൈഫൈ മൂവീസ് ഒക്കെ പുള്ളിക്കാരൻ നേരത്തെ എടുത്ത ഒരു കെവിൻ ഫീജിക്ക് അല്ലെങ്കിൽ നോക്കാം, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ഒരു ഫ്രഷ് ആയിട്ട് ചെയ്യുന്നെങ്കിലും ചെയ്യാം. പക്ഷെ ആ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഒരു ചില ഭാഗത്ത് കോമഡി വിട്, അത് മാർവൽസ് എപ്പോഴും കൊണ്ടുവരുന്ന ചപ്പും ചവറ് സാധനങ്ങളാണ്. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം, വിട്ടുകളയാം. പക്ഷെ ഈ ആക്ഷൻ സീക്വൻസ് തൊട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് കാര്യം വരണത്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ക്യാപ്റ്റൻ അമേരിക്ക നമുക്ക് സ്റ്റീവിനെ ലൈക്ക് ക്രിസ് എവൻസിനെ നമുക്ക് അങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. അപ്പം പുതിയൊരാളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യണം, ലൈക്ക് ഓക്കെ ഹീസ് ബെറ്റർ അല്ലെങ്കിൽ ഗെറ്റിംഗ് ബെറ്റർ എന്നൊരു പ്രൂവ് ചെയ്യണം. അതൊന്നും ഈ പടത്തിൽ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ഒരു ഇൻവോൾവ് ഒന്നും, ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും എനിക്ക് തോന്നി പോലും, അതിൻ്റെ അടുത്ത് പോലും എനിക്ക് എത്തിയിട്ടില്ല. അത്ര ശോകമായിരുന്നു. ഞാൻ ആലോചിച്ചു, അയ്യോ ഈ സീനിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്, അപ്പം ഹൾക്കിൻ്റെ കൂടെ എന്തിനു വാങ്ങാത്തൊരു പറിക്കും. ഞാൻ ഫസ്റ്റ് സീനിൽ ഞാൻ കുറെ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. പിന്നെ അവസാനം ഞാൻ പ്രതീക്ഷിച്ച നിമിഷം എത്തി. ആ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കടന്നുപോയി, എല്ലാം കഴിഞ്ഞു. അതിൽ വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നരേന്ദ്രപ്രസാദ് മോദിജീനെ ഇതിൽ കാണിക്കും കേട്ടോ. അതിഗംഭീരമാണ്. ക്യാരക്ടറൊക്കെ അസൽ മോദി, ടിക്ടോക്ക് മോദി തന്നെ എന്ന് എടുത്ത് തെളിയിച്ചിരിക്കുകയാണ് മാർവൽ. എന്തിന് വേറെ ആരെയൊക്കെ നിർത്തായിരുന്നു. എന്തെങ്കിലും ഒരു തൈക്ലാവിനെ കാണിച്ച് മോദിന്ന് എടുത്ത് കാണിച്ചാൽ അങ്ങ് മോദി ആവുമെന്ന്. അതങ്ങ് പോട്ട്. പടത്തിലേക്ക് വരാം. അത് റെഡ് ഹൾക്കിൻ്റെ സംഭവം എത്തി. റെഡ് ഹൾക്കിൻ്റെ ക്യാരക്ടർ വന്നപ്പോൾ റെഡ് ഹൾക്കിൻ്റെ ഒക്കെ ഫൈറ്റ്സ് കാണുമ്പോൾ എൻ്റെ അമ്മു, ഞാൻ പണ്ട് എവിടേക്കോ കണ്ടു പറഞ്ഞ ഹൾക്കിന് എനിക്ക് എവിടെയൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഫാൽക്കണായിട്ടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ അമ്മു. ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവഞ്ചേഴ്സിൽ നട്ടാഷയും ഹൾക്കും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, അവഞ്ചേഴ്സ് ഫസ്റ്റിൽ. അതിലെന്താണോ ശ്രമിക്കുന്നത് നട്ടാഷ, അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു സൈഡ് ഫൈറ്റിനുള്ള സാധനം പിടിച്ച് മെയിൻ ഫൈറ്റ് ആക്കി ഇട്ടാൽ അത് ഇങ്ങനെ ഇരിക്കും. അത് വർക്കൗട്ട് ആവില്ല. അത് സെറ്റ് ആവൂല. അതിങ്ങനെ എനിക്കത് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല എൻ്റെ ഒരു ഭാഗത്ത് നിന്ന്. കാരണം റെഡ് ഹൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോൾ സാധനമാണ്. ഹൾക്കിന് പോലും പിടിച്ചാൽ കിട്ടാത്ത സാധനമാണ്. അത് അത്ര ഇതാണ്. പിന്നെ അവസാനം സാം കാണിക്കണം എല്ലാത്തരം. സാം വിച്ച് മീൻസ് ആക്ടർ ആന്റണി, പുള്ളിക്കാരൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് ഒട്ടും വർക്കൗട്ട് ആകാൻ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കോസ്റ്റ്യൂം ഇട്ടെന്ന് പറഞ്ഞു, ഷീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്നും ആ ഒരു ക്യാരക്ടറായിട്ട് വരത്തില്ല. ഒരു ഇത് വരത്തില്ല. പക്ഷേ ഹൾക്കായിട്ടുള്ള ഫൈറ്റ് സീനിൽ എനിക്ക് ഒട്ടും, ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. എൻ്റെ അമ്മോ, ഹൾക്കിൻ്റെ VFX ഒക്കെ കൊള്ളാം. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ബെറ്റർ ഹൾക്കിനെ ഞാൻ കണ്ടതിൽ, അത് തന്നതിൽ മാർവലിനോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞ ഹൾക്കുണ്ട്. നിങ്ങൾ വളരെ കുറച്ച്, 2007 എങ്ങാണ്ട് ഇറങ്ങിയാണ് എൻ്റെ ഓർമ്മ ശരി, 2007 8 ആ ടൈമിൽ എങ്ങാണ്ട് ഇറങ്ങിയ ഹൾക്ക്. എൻ്റെ മോനെ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു അജാതി സാധനമാണ്. അബോമിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടൊക്കെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ സംഭവം കൊള്ളാം. പക്ഷെ പിന്നെ ആ ലാസ്റ്റത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഞാൻ കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്. അതായത് വേൾഡ് വാർ ഹൾക്കിനെ തന്നെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഹൾക്കിനെ മാക്സിമം ആയിട്ട് ത്രൂ ഔട്ടായിട്ട് പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതൊരു വളരെ അടിപൊളിയായിരിക്കും. അതർവൈസ് ഈ പടത്തിൽ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. റെഡ് ഹൾക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻസ് അതൊക്കെ ഓക്കെ കൊള്ളാം, ഹൾക്കിൻ്റെ സീൻസ് കൊള്ളാം. പക്ഷെ ആ ഫൈറ്റ് സീനിലേക്ക് സാമുമായിട്ട് മുട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം സാമിന് പറ്റത്തില്ല, സാം പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഒരു ഫീല് തോന്നുന്നില്ല. അത് അവസാനം
ലൈക്ക് തിരിച്ച് ബാക്ക് ടു ഹ്യൂമൻ പോകുന്നതും അതൊന്നും ഒരു സുഖമില്ല സത്യം പറഞ്ഞാൽ. അതൊന്നും എന്തോ പറയാം, പിള്ളേരെ പോലെ വെറും ചൈൽഡിഷ് ആയിപ്പോയി, വെറും ചൈൽഡിഷ് ആയിക്കളെ. മറ്റേ ആ ഹൾക്ക് മറ്റേ അവഞ്ചേഴ്സിലൊക്കെ നട്ടാഷ പിടിക്കുമ്പോൾ ശരി, അത് ഇമോഷണൽ ടച്ച് ഫീൽ ഉണ്ടെന്ന് നമുക്ക് പറയും. ഇത് ഉണ്ടെന്ന് വീഴ്ത്തണം, ഹൾക്ക് നീ അടങ്ങ് അടങ്ങ് അടങ്ങെന്നൊക്കെ പറഞ്ഞു. അത് റെഡ് ഹൾക്കിൻ്റെ അടുത്ത്, അയ്യോ റെഡ് ഹൾക്ക് അവിടെ കിടക്കണ്, സാം അവിടെ കിടക്കണ്, എൻ്റെ അമ്മ ഡയറക്ടർ അവിടെ കിടക്കണ്, സ്ക്രിപ്റ്റ് അവിടെ കിടക്കണ്, സ്ക്രീൻ പ്ലേ അവിടെ കിടക്കണ്. എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടിടെ എന്തിനൊക്കെയാണ് കാണിക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എൻ്റെ ആപ്പാടുള്ള പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് 4 ആണ്. പിന്നെ തണ്ടർ ബോൾട്ടിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഏറ്റവും വലിയ അടുത്ത ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം ഫാന്റാസ്റ്റിക് 4 എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പിന്നെ എന്തായാലും മാർവൽ രക്ഷപ്പെട്ടു, കാരണം റൂസോ ബ്രദേഴ്സ് തിരിച്ചു വന്നു. അവഞ്ചേഴ്സ് തൊട്ട് പിന്നെ അങ്ങോട്ട് കളി മാറും മാർവൽസിൻ്റെ, അത് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു പടത്തിൽ ഐ എം റിയലി സോറി, ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. എന്തിനു വേണ്ടി ആയിരുന്നു? വേൾഡ് വാർ ഹൾക്കിലേക്കുള്ള ഒരു തുടക്കമാണെങ്കിൽ അതിന് നന്ദിയുണ്ട്, പക്ഷേ അത് വന്നാൽ പൊളിക്കും. എനിക്ക് വേറെ ഒന്നും പറയില്ല. ഓക്കെ, അപ്പം ചാൻസസ് കുറയുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC എല്ലാം ആവട്ടെ. ബൈ.